ഇപ്പോൾ ഡിസ്കഷൻസിൽ ഇപ്പം എത്ര മിനിറ്റായി? അരമണിക്കൂർ. എന്തൊക്കെ പഠിച്ചു എന്ന് ആലോചിച്ചു. വേദമന്ത്രങ്ങളും രാഗങ്ങളും നാഡീവ്യൂഹങ്ങളും അതിൽ ഉണ്ടാക്കാവുന്ന സ്വാധീനം എന്ന് പറയുന്നതൊക്കെ നല്ല പാട്ടുണ്ടാകുമ്പോൾ തോന്നുന്ന ഹോർമോൺ ചേഞ്ചാണ് നമ്മുടെ രാഗങ്ങൾ ശരീരത്തിൽ വരുത്തുന്ന ഭാവങ്ങൾ. ദുഃഖമായാലും സന്തോഷമായാലും ഒക്കെ ഹോർമോൺ ചേഞ്ച് ആണല്ലോ അല്ലേ? അപ്പോൾ ഒരു രാഗത്തിന് മനുഷ്യൻ്റെ ഹോർമോൺ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉച്ചാരണം നന്നാവണം. അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ഉച്ചാരണം നന്നാവുക. ഓക്കെ, അത് ഏത് ചൊല്ലുമ്പോൾ വളരെ ഇപ്പം ഗായത്രി മന്ത്രം നമ്മൾ ചൊല്ലുന്ന പോലെ അല്ല യേശുദാസ് ചൊല്ലുക, അതുപോലെയല്ല വേറെ രാഗത്തിൽ വേറൊരാൾ ചൊല്ലുക. അപ്പോൾ ഓരോ രാഗത്തിനും ഓരോ മീറ്ററിനും പേരിടുന്ന സമയത്ത് ഞാൻ മാത്തമാറ്റിക്സ് ആണ്. സംഗീത ആദ്യത്തെ സംഗീത കോളേജ് ഏതാ? എന്റെ സംഗീത കോളേജ് ആദ്യത്തെ കേരളത്തിലെ സംഗീത സൗത്ത് ഇന്ത്യയിലെ സംഗീത കോളേജ് ഏതാ? സ്വാതി തിരുനാള്. എവിടെയാ? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രല്ല, തിരുവനന്തപുരം. തിരുവനന്തപുരം. ഓരോ വാക്കിനും അർത്ഥമുണ്ട്. അവിടെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. എനർജി ഇൻ മ്യൂസിക് കുറേ കാലം മുമ്പ്, 10-15 കൊല്ലം മുമ്പ് ഒരു സെമിനാറിൽ എന്നെ വിളിച്ചത് പാട്ടിലുള്ള എനർജിയെക്കുറിച്ച് സംസാരിക്കാം, നാഷണൽ സെമിനാറിൽ. അത് കഴിഞ്ഞ് കുറേ അവിടുത്തെ മ്യൂസിക്കുള്ള ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. ഓക്കെ, അപ്പം മിക്കവാറും ആൾക്കാരെ അറിയണ്ടാവും അവിടെയുള്ള അന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ രാഗത്തിനും മീറ്റർ വെച്ച് പേര് ഇടുന്ന സമയത്ത് മേളകർത്താ രാഗങ്ങളിൽ ധീരശങ്കരാഭരണം, എന്തുകൊണ്ട് ധീര ശങ്കരാഭരണം എന്ന് പേര് വന്നു പറഞ്ഞാൽ കടപ്പയാദി നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ധ എന്ന് പറയുന്നത് 9ഉം രാ എന്ന് പറയുന്നത് 2ഉം തിരിച്ചിടണം. 92 എന്നാണ് എഴുതുക, പക്ഷെ 29ാമത്തെ മേളകർത്താരാഗമാണ്. ഷ എന്ന് പറഞ്ഞാൽ 5ആണ്, ശശി എന്ന് പറഞ്ഞാൽ 55ആണ്. ഇതെന്നെ പഠിപ്പിച്ചത് എൻ്റെ വേദിക് ഗുരുവായ ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാടാണ്. കടപ്പയാദി നമ്പർ സിസ്റ്റവും രാഗങ്ങളുടെ പേര് വരാനുള്ള കാരണവും. ഓക്കെ, അത് 100 നിങ്ങളുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ കടപ്പയാദി നമ്പർ സിസ്റ്റം കാണും, മ്യൂസിക് ബുക്കിൻ്റെ 2ാമത്തെ ചാപ്റ്റർ. പക്ഷെ അതാരും പഠിക്കാറില്ല. ക ട പ യ ത അതാണ് കടപ്പയാദി. കചട തപ എന്ന് പറഞ്ഞാൽ കടപ്പയാദിയായി. ക ട പ യാതി. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ നമ്പറിനും 0 മുതൽ 1 മുതൽ 0 വരെയുള്ള നമ്പറുകൾ കൊടുക്കുമ്പോൾ കാഖയിൽ 53, 52 അക്ഷരം. അതിൽ നമുക്ക് കിട്ടുന്ന അത് മലയാളത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് കടപ്പയാദി നമ്പർ സിസ്റ്റം. ഇപ്പോൾ മ്യൂസിക് പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അഹങ്കാരമുണ്ട്. അഹങ്കാരം തെറ്റല്ല കേട്ടോ, അഹങ്കാരം നല്ല വാക്കാണ്. അഹന്തയാണ് തെറ്റ്. അഹങ്കാരം ഉണ്ടാവണം. എനിക്കറിയാം. അഹന്ത എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതുണ്ടെന്ന് സങ്കല്പിക്കുന്നതാണ്. എനിക്ക് ഇപ്പം മ്യൂസിക്കിനെ കുറിച്ച് ഇത്രയും പറയാൻ അറിയാം എന്നുള്ള എൻ്റെ ബോധമാണ് ഞാൻ അപർണയോട് ഇത് പറയുന്നത്. അത് അപർണ മാത്രമല്ല, ഇനി മ്യൂസിക്കിൽ PhD എടുത്താലും പത്മശ്രീ കിട്ടിയ ആളടുത്തും എനിക്കിത് പറയാൻ പറ്റും. കാരണം എനിക്കറിയുന്ന ഇതാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. പക്ഷെ ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ അഹന്തയായിട്ട് മാറും. നെഗറ്റീവാണ് അഹന്ത, അഹങ്കാരമാണ് പോസിറ്റീവ്. ഓക്കെ, ഇപ്പം മോക്ക് സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് നല്ലതാണ്, പോസിറ്റീവാണ്. ടെൻഷനാണ് നെഗറ്റീവ്. ഓരോ വാക്കുകളും വ്യത്യസ്തമായ അർത്ഥമുണ്ട്. ഈ പറയുന്ന ഓരോ വാക്കുകളും എടുത്തിട്ട് DrTPS നടിച്ചതിലൊക്കെ ചെറിയ വീഡിയോകൾ എവിടെയെങ്കിലൊക്കെ കാണും. ചേട്ടൻ ഇത് വീഡിയോ യൂട്യൂബിലുണ്ടോ? ഏത് ക്ലാസിന്റെ ഒക്കെ വീഡിയോസ് ആണെങ്കിലും 8,000-ഓളം ഉണ്ടാവും വീഡിയോസ്. ഓക്കെ, അപ്പോൾ നല്ലപോലെ പഠിക്കാം. ഇപ്പം ക്വാണ്ടം ഹീലിംഗ്, വൈബ്രേഷണൽ തെറാപ്പീസ്, ഈ
ഫോർക്ക് ട്യൂണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഫോർക്ക് വെച്ചിട്ട് അടിച്ചിട്ടുണ്ടാകുന്ന ഫ്രീക്വൻസി നമ്മുടെ ബ്രെയിനിനെ എങ്ങനെ വരും, അതൊക്കെ ഇപ്പോൾ ഉള്ളതാണ്. ആ വൈബ്രേഷനാണ് മ്യൂസിക്കിൽ. ബൗളിൽ ഇതൊക്കെ മ്യൂസിക്കാണല്ലോ. ഏത് സൗണ്ടിൻ്റെയും പ്രത്യേക മീറ്ററിൽ പ്രത്യേക ഋതത്തിൽ വൈബ്രേഷനിൽ പോകുന്നതൊക്കെ മ്യൂസിക്കല്ലേ. അപ്പോൾ പഠിക്കാം. ചേട്ടാ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, എനിക്ക് എവിടെ ചെയ്യണം, എനിക്ക് ഇതിനെപ്പറ്റി ഇപ്പം കുറേശ്ശെ ഒരു ഐഡിയ തന്നു. എന്താ, ഞാൻ ആദ്യം വിചാരിച്ച പാട്ട് മാത്രം ഇങ്ങനെ പാടിയിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കാം. പിന്നെ എനിക്കത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കുറച്ചൊക്കെ എനിക്ക് ഐഡിയ കിട്ടി. അപ്പം ഞാൻ ഏത് കോളേജാ, എനിക്ക് ഓഫ്ലൈൻ തന്നെ ഞാൻ പ്രിഫർ ചെയ്യണത്. കോളേജ് അല്ല, കേരളത്തിലാണ് ഉള്ളതിൽ സൗത്ത് ഇന്ത്യയിൽ നല്ലൊരു മ്യൂസിക് കോളേജ് ഉള്ളതെന്ന് പറയുന്നത് എല്ലാ കേരളത്തിലെ കോളേജും നല്ലതാണ്. അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താ വെച്ചാൽ മ്യൂസിക് തെറാപ്പിയാണ് എനിക്ക് മ്യൂസിക് തെറാപ്പിക്കൊന്നും ഒരു കോളേജോ കോഴ്സോ ഒന്നും പഠിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ. ഞാൻ അതാ പറഞ്ഞത്, ഓരോ സ്ഥലത്ത് ഇപ്പം ട്യൂൺ വെച്ചിട്ടാണെങ്കിൽ ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടാവുക വെസ്റ്റേണേഴ്സ്. നമുക്ക് ചിലപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല. കേരളത്തിലിപ്പം മ്യൂസിക് തെറാപ്പി എന്ന് പറയുമ്പോൾ ഈ ലെവലിൽ നിങ്ങളിപ്പം 3 കൊല്ലം പഠിച്ചപ്പോഴും അർത്ഥം അറിഞ്ഞ് പഠിക്കണം, തെലുങ്ക് വന്നാൽ അതിൻ്റെ അർത്ഥം അറിയണം. എത്ര പേര് പറഞ്ഞു തന്നിട്ടുണ്ട്? ആരും. ഇത് ചിലത് തന്നെ എനിക്ക് ചില വേർഡ് തിരുത്തി തന്നത് ഞാനൊരു തെലുഗു ചേച്ചീനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചിയെ പറഞ്ഞ് ഇത് ഇങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം മ്യൂസിക് തെറാപ്പിയിലാണ് തനിക്ക് എക്സ്പെർട്ട് ആവണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സിലബസ് ഉണ്ടാക്കുക ആദ്യം. ലോകത്തിൻ്റെ എല്ലാ യൂണിവേഴ്സിറ്റികളോ എവിടെയൊക്കെ വെച്ചിട്ട് എല്ലാം കൂട്ടിച്ചേർത്തൊരു സിലബസ് ഉണ്ടാക്കുക. ഫൈൻ. അപ്പോൾ ഇതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്കറിയാലോ. അങ്ങനെയാവാം. ഫൈൻ. എന്നിട്ട് വി വിൽ സ്റ്റാർട്ട് ഡിസ്കസിങ്. ഓക്കെ, വി വിൽ പോസ്റ്റ് ഫ്യൂ യൂട്യൂബ് വീഡിയോസ്. അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ ഇടാം ആസ് ഇറ്റ് ഈസ്. എന്നിട്ട് യു അനൗൺസ് ആസ് എ കോഴ്സ്. മ്യൂസിക് തെറാപ്പിയിൽ ഒരു കോഴ്സ് കൊടുക്കുന്നു, അപർണ അനിൽ. മ്യൂസിക് തനിക്കറിയാമോ, തെറാപ്പി എനിക്കും അറിയാമോ. മ്യൂസിക് തെറാപ്പി ആയില്ലേ? യു അണ്ടർസ്റ്റുഡ്? ഈ ഡിസ്കഷൻ തന്നെ ഒരു 10 പേര് കേട്ടിരുന്നു എന്ന് വിചാരിക്കുക. അവർക്ക് ബെനിഫിറ്റ് കിട്ടുമല്ലോ. ഞാനൊരു സൈക്കോതെറാപ്പിസ്റ്റാണ്. ഐ ഹാവ് എൻ MS ഇൻ സൈക്കോതെറാപ്പി. 25 വർഷമായി ഞാനിത് ചെയ്യുന്നു. അപ്പോൾ ഡിജിറ്റൽ മീഡിയയിലാണ് മിക്കവാറും ചെയ്യുന്നത്. പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളും അതിൻ്റെ ഊർജവും പ്രവൃത്തിയും കമ്പനവും പ്രകമ്പനവും ഒക്കെ മനസ്സിലാക്കാനും ന്യൂറോ ഫിസിയോളജിക്കൽ മെക്കാനിസംസ് മനസ്സിലാക്കാനും വേവ് തിയറിയിലാണ് എൻ്റെ PhD. ഓക്കെ, വൈബ്രേഷൻസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഹ്യൂമൻ സൈക്കോളജിയിലും ബയോ കെമിസ്ട്രിയും ഒക്കെ ചേർക്കാം. സിലബസ് ഒക്കെ തപ്പി ഉണ്ടാക്കുക. എനിക്കുണ്ടാക്കണമെങ്കിൽ 10 മിനിറ്റ് മതി. ഓക്കെ, അതിൻ്റെ ക്ലിനിക്കൽ അപ്ലിക്കേഷൻസും അതിൻ്റെ ഞാൻ ഇപ്പം എല്ലാം പറഞ്ഞു കഴിഞ്ഞു വാക്കുകൾ. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് തപ്പിയാൽ സിലബസായി. ഓക്കെ, ഈവൻ ഡീജനറേറ്റീവ് കെയർ, ന്യൂറോ ഡീജനറേഷൻ, വയസ്സാവുമ്പോൾ ഉണ്ടാവുന്ന ബ്രെയിനുണ്ടാവുന്ന പ്രോബ്ലംസ്, ഫാർമക്കോളജിക്കലായിട്ടുള്ള ബേർഡൻസ്, ടോക്സിക് ബോഡി, മിക്കവാർക്കും ആൾക്കാർക്കുള്ള പ്രോബ്ലമാണ്. അതിൽ നിന്നാണ് അൽസിമേഴ്സും ഇതൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ പെഡിയാട്രിക്സ്, ഓട്ടിസം പോലെയുള്ള അസുഖങ്ങൾ, പെയിൻ മാനേജ്മെൻറ്റ്, സമാധി ഇൻ മെഡിറ്റേഷൻ മാസ്റ്റർ ആദ്യമായിട്ട് ഞാൻ നടന്ന കോൺഫറൻസ് എന്ന് പറയുന്ന ഈ ആദ്യം റെഫർ ചെയ്ത ഹിമാലയൻ ട്രഡീഷനിൽ പെയിൻ മാനേജ്മെൻറ്റ് സമാധിയിലൂടെ എന്നാണ് പഠിപ്പിച്ചത്. ഇതൊക്കെ റിസർച്ച് ടോപ്പിക്കുകളാണ്. ഓക്കെ, ഇതിൽ ഓൺലൈൻ ഓപ്പൺ കോഴ്സുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ചേരുക. സോ യു ലേൺ ഫ്രം ദാറ്റ്. വെസ്റ്റേൺ, ഇന്ത്യൻ, എവിടെയൊക്കെ കിട്ടാണോ ലോകത്തിൻ്റെ പല ഭാഗത്തും ഓപ്പൺ ഓൺലൈൻ ഫ്രീ കോഴ്സ്, അതൊക്കെ ചേരും. ഇത് നടത്തുമ്പോൾ കിട്ടുന്ന കാശൊക്കെ താനെടുത്തോ. ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ട് കൾച്ചറൽ ഡിഫറൻ്റ് ആണ്. ഇപ്പം അമേരിക്കയിലുള്ള ഹീലിംഗ് പ്രോസസ്സ് ഇന്ത്യയിൽ വർക്ക് ചെയ്യില്ല.
ഞാൻ പഠിച്ച MS ഇൻ സൈക്കോതെറാപ്പി വെസ്റ്റേൺ ആണ്. പക്ഷെ ഞാൻ ഓരോരാളോടും ട്രീറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നവരോടോ സംസാരിക്കുമ്പോൾ ഈസ്റ്റേൺ ഫിലോസഫിക്കൽ ഇന്ത്യൻ ട്രഡീഷൻ വെച്ചിട്ടാണ് ചെയ്യുക. കാരണം ദർ ഈസ് എ കൾച്ചറൽ ബയോമാർക്ക് ഇൻ ഈച്ച് വൺ ഓഫ് us. ഓക്കെ, അപ്പോൾ ഇത്തരം ടെലിതെറാപ്പികൾ മ്യൂസിക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. കണ്ണൂരിൽ തന്നെ ഉണ്ട് പ്രദീപ് എന്ന് പറയുന്ന ഒരാൾ, ഡോക്ടർ പ്രദീപ്, BDS ആണ്. ഞാൻ ഋഷികേശിൽ ഒരു സെമിനാറിൽ ക്ലാസ് എടുക്കുമ്പോൾ 2 മലയാളി ഡോക്ടർമാർ വന്ന് എന്നെ പരിചയപ്പെട്ടവർ കഴിഞ്ഞപ്പോൾ. 2 ദന്തിസ്റ്റുകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നത് പല്ല് പറിക്കുമ്പോഴാണ്, പല്ലുവേദനയാണ്. അതിൽ മ്യൂസിക് ഉപയോഗിച്ചിട്ട് ക്ലിനിക്കിൽ എങ്ങനെയാണ് എക്സ്പെരിമെൻ്റ് നടത്തിയതെന്ന് പ്രദീപ്, നല്ല പാട്ടുകാരനാണ്, എൻ്റെ ക്യാമ്പിലൊക്കെ വന്നിട്ട് വീട്ടിലിരുന്ന് പാടിയിട്ടുണ്ട്. ഇവരുടെ മക്കളൊക്കെ എൻ്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തരം ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ക്യാമ്പ് നടത്തി ഒരു 5 ദിവസമൊക്കെ അവരുടെയൊക്കെ റെസ്പോൺസൊക്കെ പഠിച്ചു. ഓക്കെ, ഒരു ഹിപ്നോതെറാപ്പിക്കൽ പ്രോസസ്സ് കൂടെ ആൾക്കാരെ എങ്ങനെ നമുക്ക് മനസ്സ് മാറ്റാൻ പറ്റും, അതൊക്കെയാണല്ലോ അവസാനത്തെ ലക്ഷ്യം. എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം. വേദിക് ചാൻഡിങ്, നിത്യശ്ലോകാസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ബുക്കുണ്ട്. കുറേ ശ്ലോകങ്ങളുണ്ടാവും, കുറേ ഇഷ്ടംപോലെ സുഭാഷിതങ്ങളുണ്ടാവും. ഇതൊക്കെ മ്യൂസിക്കിലൂടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. എനിക്ക് പാടാൻ അറിയില്ല കേട്ടോ, ഒരു ലേശം പോലും അറിയാത്ത ഒരാൾ. അമേരിക്കയിലെങ്ങാണ്ട് പോയിട്ട് ഒരു 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 ചർച്ചിലുള്ള മൈക്ക് സെറ്റ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പാടാൻ പറഞ്ഞു. കാരണം അവർക്ക് പാട്ട് പാടാനുള്ള വേദിയാണ്, ഞാൻ ആ മൈക്കാണ് ഇനോഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു മ്യൂസിക് കാണാം, അങ്ങനെ ഒരു സോങ് DrTPS അടിച്ചാൽ അത് വീഡിയോയിൽ കാണാം. ഓക്കെ, അത് അടുത്ത കാലത്താണ് ഞാൻ അവിടെ പോയത്, കുടജാദ്രിയിൽ. ആ പാട്ടാ പാടിയത്. ഏതാ പാട്ട് കുടജാദ്രിയിലുള്ള? അത് ബ്യൂട്ടിഫുൾ. അതാണൊരു ഒരു കവി പാടേണ്ടത്. ഞാനിപ്പോൾ പാഞ്ചജന്യത്തിൻ്റെ നാഷണൽ ചെയർമാനാണ്. അതിന് മുമ്പ് ചെയർമാനായിരുന്ന ആൾ കൈതപ്രം നമ്പൂരിയാണ്, പാട്ടിൻ്റെ അധിപനാണ്. അദ്ദേഹം പ്രസിഡന്റ്ഷിപ്പ് അല്ലെങ്കിൽ ചെയർമാൻഷിപ്പ് ഒഴിഞ്ഞപ്പോഴാണ് DrTPS ആവുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആയത്. അല്ലാണ്ട് അദ്ദേഹം ഇരുന്നൊരു സ്ഥലത്ത് ഒരു 2 വർഷമായി ഞാനിപ്പോൾ അവിടെ ചെയർമാനാണ്. അതിലൊരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. ഞാനിപ്പോൾ അപർണയോട് ഇത്രയും സമയം സംസാരിച്ചത് പാഞ്ചജന്യത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും മ്യൂസിക്കിലൂടെ ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ, അത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ. ഇപ്പം അടുത്ത കാലത്ത് ഹിന്ദുയിസം മലയാളം എന്ന് പറഞ്ഞ ചാനൽ 8ാം അധ്യായം വരെ ഞാൻ പഠിപ്പിച്ചു. കാരണം ഒരാൾ ചൊല്ലാനും കേൾക്കാനും തയ്യാറായിട്ടും 1 to 1 ആയിരുന്നു. അത് നിർത്തിയപ്പോൾ ഞാൻ നിന്നു. ഇപ്പോൾ ഒരു 5-8 മാസമായി നടക്കണില്ല. മനസ്സിലായി? ആ ബുക്ക് തുറന്ന് വായിച്ച് കേൾക്കാൻ ഒരാൾ തയ്യാറാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുള്ളൂ. കാരണം ആരുമില്ലാതെ, ഒരു കാരണമില്ലാതെ, ഒരു ആഗ്രഹമില്ലാതെ പറയാൻ പറ്റില്ല എന്ന് വെച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ വേദിക് ചാൻഡിങ്ങും നിത്യശ്ലോകയും, ഭഗവത്ഗീതയൊക്കെ വേദിക് ചാൻഡിങ്ങാണ്. അതിൻ്റെ ഒരു ക്വാണ്ടം ബയോളജിയുണ്ട് ഭഗവത്ഗീതയ്ക്ക്. ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ദേവീ മാഹാത്മ്യവും ദേവീ ഭാഗവതവും ഭഗവത്ഗീതയും 18 അധ്യായങ്ങളിലൂടെ മനുഷ്യൻ്റെ മനസ്സിന് ജ്ഞാനവും ഭക്തിയും നൽകി എങ്ങനെയാണ് മോക്ഷ സന്യാസത്തിലേക്ക് പറഞ്ഞേക്കുന്നതെന്നാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് വരുമേ. അതിനെ ശ്രീചക്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും. അത് ഒരാൾ എൻ്റെ സത്സംഗ് ഗ്രൂപ്പിൽ ദേവി മഹാത്മ്യത്തെക്കുറിച്ച് എന്തോ ഒരു ഡിസ്കഷൻ വന്നു. എന്നെ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല, അവരെന്നെ ഡിസ്കസ് ചെയ്യുന്ന കേട്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഭാഗം ഞാൻ വീഡിയോ ആയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഒരു കണിക വരുമ്പോഴാണ് ഞാനിങ്ങനെ വാചാലനാവുന്നത്, അല്ലെങ്കിൽ ഞാൻ മൗനിയാണ് സാധാരണ. ഓക്കെ, വളരെ വിരളമായിട്ടാണ് അറിയാൻ ആഗ്രഹമുള്ള. അതാണ് റിസർച്ച് ചെയ്യണം താല്പര്യമുണ്ട്, പഠിക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് പ്രദീപ് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇതിൽ പഠിക്കാനാണ് താല്പര്യം. ഡിഗ്രി കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, അറിവാണ് ആവശ്യം. ഓക്കെ, ആ അറിവ് ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുക. വി ബിക്കം മോർ റെസ്പോൺസിബിൾ. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്നതിനേക്കാളും പഠിക്കുക. അതെ അതെ, കറക്റ്റ് ആണ്. അപ്പോൾ
അത് നല്ല പോലെ ഉണ്ടാവും. ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ്. അപ്പോൾ ക്വാണ്ടം ബയോളജിയും ന്യൂറോ സയൻസും മന്ത്രങ്ങളും വേദിക് ചാൻഡിങ്ങും ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുമ്പോൾ ഉണ്ടാവുന്ന റിതം, അത് എങ്ങനെയാണ് മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, എല്ലാം ഇത് ശ്ലോകങ്ങളും മന്ത്രങ്ങളുമാണ്. അഷ്ടകം എന്ന് പറയുന്നത് ഇപ്പം രമണ മഹർഷി, DrTPS, രമണ മഹർഷിയുടെ 1-2 എടുത്തിട്ടുണ്ടാവും. ശങ്കരൻ DrTPS, അത് അമേരിക്കയിലൊക്കെയാണ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടാവും. എനിക്ക് 1 മണിക്കൂർ പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞാൽ അത് എല്ലാം തെലുങ്ക് ഗ്രൂപ്പായിരുന്നു തന്നെ. അമേരിക്കയിലുണ്ടാകുമ്പോൾ തെലുങ്ക് അമ്മമാർ അവരോട് പിന്നെ പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞാൽ പഠിച്ചു വരും, മുമ്പിലിരുന്ന് ചൊല്ലും, പിന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ചെയ്യും. ഓക്കെ, അതൊക്കെ രമണ DrTPS നടിച്ചാൽ കാണും. അതിൻ്റെയൊക്കെ ശ്ലോകങ്ങൾ എനിക്കറിയൊന്നുമില്ല, എവിടെയോ 1-2 ശ്ലോകങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുള്ള ശീലം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല. ഓക്കെ, പക്ഷേ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഫിലോസഫിക്കൽ മീനിങ്ങിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളൊരു ധൈര്യം എൻ്റെ ഗുണമല്ല, മഹാഗുരുക്കന്മാരുടെ കൂടെ ഇരുന്നിട്ടുള്ളൊരു ഗുണം എനിക്കുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഒന്ന് അനൗൺസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ വി വിൽ അനൗൺസ് ദ പ്രോഗ്രാം സോഷ്യൽ മീഡിയയിൽ. ധൈര്യമായിട്ടിരിക്കുക. കോഴ്സിൻ്റെ സിലബസ് ഉണ്ടാക്കാം. അതിൽ വൈബ്രേഷണൽ ഇൻ്റലിജൻസും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരും. ഞാൻ ചിലപ്പോൾ ദേവിയുടെയൊക്കെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് എഴുതിയത് എപ്പോഴോ 10-25 വർഷം മുമ്പ് എൻ്റെ ബ്ലോഗിലിട്ടതാണ്. വലിയ ഗുണമൊന്നുമില്ല, പക്ഷെ 10-15 കൊല്ലങ്ങൾ കഴിയുമ്പോഴാണ് 1-2 പേരൊക്കെ എവിടുന്നൊക്കെയാണ് വിളിക്കണമെന്ന് അറിയോ, റഷ്യ എന്ന് വിളിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ദേവീ സങ്കല്പം എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് ബട്ടർഫ്ലൈ എഫക്റ്റാണ്. എവിടെയാണ് എന്താണ് പ്രകടനം ഉണ്ടാക്കുക, കുറേ ലോകത്തുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവും. ഇപ്പോൾ കണ്ണൂരുള്ള മ്യൂസിക്കിൽ PhD ഉള്ള ആരാന്നറിയോ? പിന്നെ പിന്നെ സുമാ വർമ്മ, സുമാ സുരേഷ്, ഗൂഗിൾ ചെയ്ത് നോക്ക്, വാട്സപ്പ് യൂട്യൂബിൽ നോക്ക്. അപ്പം ഇന്നലെ വിളിച്ചു സുമയുടെ മകൻ്റെ വിവാഹമാണ് 16-ാം തീയതി, കണ്ണൂർ വരുമെന്ന് ചോദിച്ചിട്ട്. ഓക്കെ, ഞാൻ ആദിശങ്കര യൂണിവേഴ്സിറ്റിയിൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം സുമയും രശ്മിയും ഒക്കെ വെച്ചിട്ട് അവരെ ഗസ്റ്റ് ലെക്ചേഴ്സ് ആക്കിയിട്ട് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡിപ്ലോമ കിട്ടാനും സർട്ടിഫിക്കറ്റ് കിട്ടാനും അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഇപ്പം ഓഫ്ലൈൻ ആയിട്ട് ഡിപ്ലോമ ശിക്ഷ എന്ന് പറയുന്ന എൻ്റെ ട്രസ്റ്റ് ക്യാൻ ഗിവ് എ ഡിപ്ലോമ. ഐ ഹാവ് എൻ ട്രസ്റ്റ് രജിസ്റ്റേർഡ്, ഐ ഹാവ് എ LLP രജിസ്റ്റേർഡ്. യൂണിവേഴ്സിറ്റികളുമായിട്ട് അസോസിയേറ്റ്. ഐ ആം വിത്ത് യോഗ കമ്മ്യൂണിറ്റി ഓഫ് യുണൈറ്റഡ് നേഷൻസ്. ഐ ആം വിത്ത് യോഗ യൂണിവേഴ്സിറ്റിയുടെ ശിക്ഷാ ഗുരുകുലത്തിൻ്റെ ആചാര്യനാണ് ഞാൻ. അതിൻ്റെ സീല് കൊടുക്കാം. 4-5 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സീല് വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. പാഞ്ചജന്യത്തിൻ്റെ സീല് വെക്കാം. ഇപ്പോൾ ഇന്ത്യയിലും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പഠിക്കാനുള്ള മനസ്സാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ. മനസ്സിലാവുണ്ടോ? അർജുനനെ എല്ലാം അറിഞ്ഞിട്ടല്ല കൃഷ്ണന്റെ മുമ്പിൽ പോയിരുന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചത്. അർജുനന് കൃഷ്ണന്റെ ശിഷ്യനായിരിക്കാൻ പറ്റുന്നതാണ് അർജുനന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. ആണോ അല്ലയോ? ആരാ ഭഗവത്ഗീത ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ കൃഷ്ണൻ അല്ലാന്ന് ഞാൻ പറയാം, അർജുനനാണ്. അർജുനന്റെ ചോദ്യങ്ങളാണ്. അപ്പൊ നല്ല ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ല ക്വാളിഫിക്കേഷൻ. ചോദ്യങ്ങളില്ലാതെ ഡിഗ്രികൾ ഉണ്ടായിട്ടൊരു കാര്യമില്ല. ഒരു റിസർച്ചർക്ക് ആദ്യം ഉണ്ടാവേണ്ടത് ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള യാത്രയിലാണ് അയാൾ റിസർച്ചർ ആവുന്നത്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് PhD കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്നും വലിയ കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ഫിസിക്സ് ഓഫ് സൗണ്ടാണ് സംസാരിക്കുന്നത്, മ്യൂസിക് എന്ന്. ഞാൻ ഫിസിക്സ് ആണ്. ഓക്കെ, വേദിക് ഒറിജിൻസ് ആണ് ഇതിൻ്റെ കോസ്മോസും സൗണ്ടുമായിട്ടുള്ള ബന്ധം. അതിൻ്റെ ഫൊണറ്റിക്സ് ആണ് നമ്മുടെ പഠനം എന്ന് പറയുന്നത്.
അത് സ്പേസ് സയന്റിസ്റ്റ് ആയിട്ടുള്ള എനിക്ക് ചെയ്യാൻ സാധിക്കില്ല, പിന്നെ ഞാനെന്തിനാ ഈ പേര് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ഇപ്പൊ ബയോളജിക്കൽ ഇൻസ്ട്രുമെന്റ് ഏതാ? വൊക്കൽ. ബയോളജിക്കൽ ഇൻസ്ട്രുമെന്റ് കയ്യിലിരിക്കല്ലേ തന്റെ, ആണോ അല്ലയോ? ഇതിന് എൻഡോക്രൈൻ ഹാർമണി ഉണ്ടാക്കാൻ സാധിക്കും, ന്യൂറോ മന്ത്രങ്ങൾ ചൊല്ലാൻ സാധിക്കുമെങ്കിൽ എന്ത് വലിയ ഭാഗ്യമാണെന്ന് ആലോചിച്ചു നോക്കാം. ഇതിനെയാണ് രാഗചികിത്സ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കുറേ ഹിന്റ് ഞാൻ തന്നു സിലബസ് ഉണ്ടാക്കാനുള്ള. മ്യൂസിക് തെറാപ്പി എന്നും നമ്മൾ ഇംഗ്ലീഷിൽ ഇടുമ്പോൾ ബ്രാക്കറ്റിൽ രാഗചികിത്സ എന്ന് കിട്ടണം. അതിന് ഇമോഷണൽ ഇൻ്റലിജൻസ്, എൻ്റെ ഒരു ബുക്ക് തന്നെ ഉണ്ട്, ഇമോഷണൽ ഇൻ്റലിജൻസ് ഫോർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ്. 5-10 കൊല്ലം മുമ്പ് ഇവിടെ ഒരു കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഗീത വേ എന്ന് പറഞ്ഞ എൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്. അതിൽ ഡീപ്പ് ലിസണിങ് ആണ്. ഗീതാ വേ എന്ന് പറഞ്ഞാൽ അർജുനൻ നല്ലപോലെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഒരു ചാപ്റ്ററിലുള്ള ഉത്തരം അടുത്ത ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയത്. മനസ്സിലായി? ഇപ്പം ഇത്രയും സംസാരിച്ചതിൽ നിന്നും 10 ചോദ്യങ്ങളുമായിട്ട് അപർണക്ക് എപ്പോഴാണ് വരാൻ പറ്റുക എന്നുള്ളതാണ് അപർണയുടെ ടെസ്റ്റ്. പേടിക്കണ്ട, ഇത് ഞാൻ ഇടും, യൂട്യൂബിലിടാം. യൂട്യൂബിലിടുമ്പോൾ ഒന്നുകൂടി കേൾക്കാം. റെക്കോർഡായിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. മിക്കവാറും ഫെയിൽ ആവാറില്ല, കാരണം ഞാൻ പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടൊന്നല്ല ഇത് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഗ്രാബ് ചെയ്യാണ്. പക്ഷെ എൻ്റെ ഭാഗം ഞാനൊരു ക്യാമറ വെച്ച് മുമ്പിൽ ചെയ്യപ്പെടും. ഇത് മിസ്സായാലും വാക്കുകൾ മിസ്സാവാണ്ടിരിക്കും. അപ്പോൾ ഇത് ഇതേപോലെ ഇടാലോ യൂട്യൂബിൽ. സൈക്കോതെറാപ്പി ചെയ്യുന്ന, കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളല്ലേ, അവരുടെ ഒന്നും പേഴ്സണൽ കേൾക്കില്ല. ചിലതിലൊക്കെ എൻ്റെ ഭാഗം മാത്രമേ കേൾക്കുള്ളൂ. ഓപ്പോസിറ്റ് ആരും ഇല്ലാത്തതുകൊണ്ടല്ല, അവരുടെ പേഴ്സണൽ കാര്യം പറയുമ്പോൾ ഇടില്ല. നമ്പർ 1. നമ്പർ 2, പെർമിഷൻ ചോദിച്ചിട്ട് അപർണ നോ എന്ന് പറഞ്ഞാൽ ഇടില്ല. നമ്പർ 3 സാധാരണഗതിയിൽ ചിലപ്പോൾ ഞാൻ മാത്രം പറയുന്നത് ഇടും, ബാക്കിയുള്ളവർ ഇടാണത്. ഇപ്പം എത്രയോ തെറി കേൾക്കുകയെന്നറിയും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാതെ എന്തിനാ ഇങ്ങനെ വളവള പറയണം. ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ സമയം തരാണ്ടാ പറഞ്ഞത്. അതെൻ്റെ ഒരു ആർത്തി കൊണ്ടാണ്. അല്ല, എനിക്ക് ചേട്ടൻ പലതും ചോദിക്കുമ്പോ എനിക്കൊന്നും ഇപ്പൊ കുറച്ച് അറിവ് കുറച്ച് കിട്ടിയ പോലെ. ഇപ്പം എന്താ പറയാ, ഒരു 5 സത്സംഗം കഴിയുമ്പോ എവിടെ ഇരിക്കും താൻ? എന്റെ അടുത്ത് പറയില്ലെങ്കിലും വേറെ ആർക്കെങ്കിലും ഒക്കെ പറയല്ലോ ഇതൊക്കെ പഠിച്ചു. സത്യം കേട്ടോ. ഞാൻ എനിക്ക് എന്റെ സ്റ്റുഡൻസിന്, എന്റെ കുട്ടി, ഞാൻ എത്ര ടീച്ചേഴ്സിനെ പഠിപ്പിച്ചെന്ന് അറിയില്ല ലോകത്ത്. 1 മില്യൺ. ഓക്കെ, അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടർ ആയിരുന്ന സമയത്ത്, അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറാണ്, യൂണിവേഴ്സിറ്റി ലെവലിലെ ഏറ്റവും സീനിയർ പ്രൊഫസർമാരെ പഠിപ്പിക്കുന്ന ഡയറക്ടർ ആയത് ഞാൻ 2005-ലാണ്, 20 വർഷം മുമ്പ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമുക്ക് കോഴ്സ് തുടങ്ങാം. ഒരു 8 ആഴ്ചത്തെ ഒരു പ്രോഗ്രാം, 2 മാസത്തെ പ്രോഗ്രാമായിട്ട് തുടങ്ങാം. ഓക്കെ, അത് രാഗമന്ത്രം അതിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഫൈൻ. അപ്പോൾ ഒരു ഡിജിറ്റൽ ഗുരുകുലം, ഞാൻ മായാ സത്സംഗ് എന്നൊക്കെ പേരിട്ടിട്ടുണ്ട് പണ്ട്. അതുപോലെ മായാ ഗുരുകുലം. ഓക്കെ, അപർണ എന്നുള്ള എൻ്റെ പേര് അർത്ഥം അറിയാമോ? വർണ്ണം മാത്രം. പാർവതി എന്താ പറയാ, അതികഠിന വ്രതം എടുക്കുന്ന ടൈം വർണ്ണം മാത്രം. ആവശ്യമുള്ളതൊക്കെ പഠിച്ചു വെച്ചു. അതെനിക്ക് ഞാന് അപർണയുടെ അർത്ഥം എന്താന്ന് ചോദിച്ചപ്പോ, അപർണക്ക് അർത്ഥമുണ്ടോ? ആ വർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണ ഇല്ലാത്തവള് എന്നുണ്ട്. പക്ഷെ ഇത് ചോദിച്ചപ്പോ എനിക്കത് അറിയണം തോന്നി. വർണ്ണം എന്ന് പറഞ്ഞാൽ വള്ളി എന്ന അർത്ഥം. വർണ്ണം എന്ന് പറഞ്ഞാൽ വള്ളി. ഓ, ഞാൻ ഇലാന്നാണ്. അതെ, ഇല പറയാം, പക്ഷെ വള്ളിയിൽ സാധാരണ ഇലകൾ തന്നെ ഉണ്ടാവും. മനസ്സിലായോ? സ്റ്റെം അധികം ഇല്ലല്ലോ അതിനകത്ത്. സ്വീകരിച്ച പേരാണെന്ന് ഇതായപ്പോഴേക്കും, ഓ, എന്റെ പേരിൽ ഇത്രയും അർത്ഥം ഉണ്ടല്ലേ. എന്തുകൊണ്ടാ അങ്ങനെ പേരിട്ടത്? അച്ഛമ്മ
പേരിട്ടതാ. അതല്ല ഞാൻ ചോദിച്ചത്. അങ്ങനെ അപർണ എന്ന പേര് പാർവതിക്ക് എന്തുകൊണ്ട് വന്നു? അയ്യോ ഞാനില്ലേ പാർവതി അപർണയും ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ആ അപ്പൊ പാർവതിക്ക് എന്തുകൊണ്ട് അപർണ എന്നുള്ള പേര് വന്നു എന്ന് പറയും. ശിവനുമായിട്ട് ബന്ധം കഥ എന്നൊക്കെ പറഞ്ഞു. വ്രതം എടുക്കുന്ന ടൈം ആ പേര് പോലും. അതെ, അത് എന്തുകൊണ്ടാണ് വ്രതം എടുക്കുമ്പോ എന്തുകൊണ്ടാണ് അപർണ എന്ന് പേര് വന്നത്? സാധാരണഗതിയിൽ വ്രതം എടുക്കുമ്പോ ഗ്രെയിൻസ് കഴിക്കില്ല, പക്ഷെ ഫ്രൂട്ട്സ് കഴിക്കും. ഫ്രൂട്ട്സിലും ഗ്രെയിൻസ് ഉണ്ട്, വിത്തെങ്കിലും ഉണ്ട്. ഏറ്റവും അങ്ങേയറ്റത്തെ വ്രതം എന്ന് പറയുന്നത് ഇല മാത്രം കഴിച്ച് ജീവിക്കുന്നത്. ഇല മാത്രം, ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒന്നും കഴിക്കാതെ ഇല മാത്രം കഴിച്ച് ജീവിക്കുന്ന, അതിനെയാണ് എന്ത് പറയാ, ഏറ്റവും നല്ല വ്രതം. പക്ഷെ അതുപോലും ഉപേക്ഷിച്ചിട്ടാണ് പാർവതി. അതുകൊണ്ടാണ് അപർണ എന്ന് പേര് വന്നത്. ഇല പോലും കഴിക്കാതിരുന്ന ദേവിയാണ് അപർണ. എന്നുവെച്ചാൽ കഠിന വ്രതം എടുക്കാൻ സന്മനസ്സുള്ള ആളെയാണ് അപർണ എന്ന് വിളിക്കുക. ഒരു കാര്യം തീരുമാനിച്ചുറച്ചാൽ അത് കിട്ടും, അത് കിട്ടുന്നത് വരെ വിടില്ല എന്നുള്ള വാശിയിൽ പോകുന്ന ഒരാളെയാണ് അപർണ. ഹൈദരാബാദിൽ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേര് അപർണ. കോസ്റ്റ്ലിയസ്റ്റ് അപ്പാർട്ട്മെന്റ്സ് 3 കോടിയൊക്കെയാണ് ഒരു വീട്ടിൽ. അപ്പാർട്ട്മെന്റിൽ 58ാമത്തെ ഫ്ലോറിൽ കിട്ടണമെങ്കിലും 3 കോടി 4 കോടിയൊക്കെ. ഞാനപ്പം അപർണ എന്നുള്ള പേര് ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഡൗട്ടോ ആവണം. ഞാൻ പറയട്ടെ, ഇപ്പം പ്രദീപ് എന്നെ റെഫർ ചെയ്തിട്ട് എത്ര ദിവസമായി? 4-5 days ആയിട്ടുണ്ടാവും. 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. 4 മാസം കഴിഞ്ഞ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇപ്പൊ പ്രദീപ് ഉടനെ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്യും. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഏത് ദിവസമാണ്. ഈ കോണ്ടാക്ട് ചെയ്ത ആൾ എന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല പെരുമാറും. നല്ലോണം വഴക്ക് പറയും. യു ഡോണ്ട് ഡിസേർവ് ടു ബി മൈ സ്റ്റുഡൻറ് എന്നൊക്കെ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എത്ര എന്തൂസിയാസ്റ്റിക് ആണ്, ദ വേ യു റൈറ്റ് ഇറ്റ്, ദ വേ യു സെൻഡ്, ഇതൊക്കെ ശിക്ഷാജ്ഞാനം മെന്ററിങ് SJM ഇന്ന് അടിച്ചു നോക്കിയാൽ DrTPS അടിച്ച കുറേ കുട്ടികളുടെ മെന്ററിങ് ഡിസ്കഷൻസ് കാണും. അവർക്ക് കൊടുക്കുന്ന ഒരു അസൈൻമെൻ്റ് എന്ന് പറയുന്നത് അവരെക്കുറിച്ച് പറയാനും അവരുടെ ബാക്ക്ഗ്രൗണ്ട് പറയാനൊക്കെ പറഞ്ഞിട്ടാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവരായിട്ട് ഡിസ്കഷനിലൊക്കെ പോകും. പക്ഷെ റെഫറൽ വരുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ പ്രദീപ് പറഞ്ഞിട്ടുണ്ട്, പ്രദീപിനെ എന്നെ അറിയാം, ഇപ്പോൾ ഒരു മിനിമം ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, തന്നിട്ടുണ്ട് എനിക്ക്. അതേപോലെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചത്, അതായത് എങ്ങനെയും അത് നേടിയെടുക്കും എന്ന് പറഞ്ഞില്ലേ, ഇപ്പം ഇങ്ങനെ അത് എങ്ങനെയും നേടിയെടുക്കാനുള്ള ഒരു മെന്റാലിറ്റി. ഇങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ലാത്ത ഒരാള് കണ്ണൂർ വിട്ടിട്ട് ആലുവയിൽ വന്ന് താമസിക്കില്ല. നമ്പർ 1. വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു കരുത്ത് കണ്ണൂരുകാർക്ക് തീരെ ഇല്ലാത്ത, എനിക്ക് പോലും ഇല്ല തൻ്റെ പ്രായത്തിൽ എനിക്കുണ്ടായിരുന്നത്. ഇപ്പോഴും ധൈര്യമില്ലാത്ത ഒരാളാണ് പലതും ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനേക്കാളും 10 മടങ്ങ് എനിക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, ഭഗവത്ഗീത എനിക്ക് പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, ഒരാൾ ചോദിച്ച് കേൾക്കാനുണ്ടെങ്കിൽ പറയാം. അതെൻ്റെ കഴിവുകേടാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, കഴിവല്ല. ഒരു വടിക്ക് 1 ഫോൾഡ് ചെയ്താൽ ചിലപ്പോൾ പൊട്ടിപ്പോകും. 2 or 3 വടികൾ പിടിച്ച്, അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ ചെയ്യാൻ പറ്റും. സോ ഡോണ്ട് വറി.